എന്ത് നിങ്ങളെ മോളെ ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇരുത്തിക്കോ. എന്റെ കൈ നല്ല മേടിക്കും. എനിക്ക് നേരത്തെ ഓഫീസിൽ എത്തണമെന്നേ. ഇതല്ലേ ദിവസവും പറയണ നേരത്തെ ഓഫീസിൽ പോകണമെന്ന്. എന്നിട്ട് നീ കൃത്യസമയത്ത് ഇതുവരെ ഓഫീസിൽ പോയിട്ടുണ്ടാ? ഓഫീസിൽ പോണ വിട്. നമ്മളെല്ലാവരും കൂടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നീ താമസിച്ചാണ് ഇറങ്ങണത്. ആരെങ്കിലും ഒരു കല്യാണത്തിന് വിളിച്ചാൽ ഉണ്ണാ സമയത്ത് കയറി ചെല്ലും. താലിയിട്ടാൽ കഴിഞ്ഞിരിക്കും. ഒരു താലി കണ്ടിട്ട് കാലങ്ങൾ പറയാം. ഹലോ, ഞാൻ താമസിച്ചാ എത്തണ എല്ലാടോ. ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യം. അവൾ അവിടെ കിടന്ന് ചിണുങ്ങ. എനിക്ക് 100 കൂടെ ജോലിയുണ്ട് അടുക്കളയില്. വിളിച്ചാ വിളിയേക്കത്തില്ല. ആദ്യം അതിനൊക്കെ വേണം തല്ലു കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നിന്നെ തല്ലി കൊല്ലേണ്ട സമയം എന്നേ കഴിഞ്ഞു. മോളെ ശിവ, രാവിലെ ചേട്ടനോട് തന്നെ പണിയില്ല. അല്ല, അവൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? നല്ല തല്ലിന്റെ ഓറ അവൾക്ക്. അത് തന്നെ, തല്ലു കൊടുക്കണം. നീ പോണാ? പിന്നെ അല്ലാണ്ട് ഒന്ന് വിളിച്ചിട്ട് പോകാലു. എനിക്ക് പോവാൻ സമയമായിരുന്നേ. ഒന്ന് വരണ്ടേ ഇങ്ങോട്ട്. ലച്ചു ഇടഞ്ഞു നിൽക്കണല്ലേ? അതവളെ അമ്മ മയക്കൂടി വെച്ച് വീട്ടിക്കോളൂ. അച്ഛൻ പ്രശ്നം വഷളാവുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ല്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ചേച്ചി കൂടെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം അറിയാതെ ഞാൻ ചെന്ന് കയറി കൊടുത്താലേ നിന്റെ അമ്മ എന്റെ നേരെ വെടി വയ്ക്കും. അച്ഛൻ ധൈര്യമായി പോയിക്കോ. ഞങ്ങൾ പിന്നാലുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ. പൊയ്ക്കോ അച്ഛാ. എനിക്ക് അടി വാങ്ങിച്ചു തരാൻ വേണ്ടി. അടി കിട്ടത്തില്ല, നമുക്കും പോവാ. നിക്കട അവിടെ. ചുമ്മാ അവിടെ അന്തരീക്ഷം എന്താന്ന് അറിയട്ടെ, എന്നിട്ടാവാം. എന്താ പ്രശ്നം? അടുക്കളയിൽ അടിയന്തരയാവാം. എന്താ പോണോ? എന്തെന്നാ മര്യാദക്ക് പറ. ഇന്ന് രാവിലെ ലച്ചുവിന് വെളിപാടുണ്ടായി. അപ്പൊ ദേവമഹാത്മ്യത്തെ പറ്റി അമ്മയുടെ അടുത്ത് പ്രസംഗിച്ചു. അത്രേ ഉള്ളൂ. എന്നാ ഞാൻ അങ്ങോട്ടൊന്നുമില്ല. രാവിലെ തന്നെ എനിക്കോ തല്ലി മേടിച്ചു കൂട്ടാൻ. റൂമിലിരുന്നാലേ ശരീരമെങ്കിലും ബാക്കി കിട്ടും. മാറിയിരുന്നൂടെ അങ്ങോട്ട്? മകളെ, വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുമ്പോ അമ്മ കമ്പ്യൂട്ടർ എടുത്തു തരും, നെറ്റ് കണക്ഷൻ എടുത്തു തരും കേട്ടാ. അവൾക്ക് അതൊന്നും പറ്റില്ല. അവൾക്ക് ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. എന്നാലേ 24 മണിക്കൂർ അതിന്റെ മുന്നിൽ തന്നെ കുത്തിയിരിക്കാൻ പറ്റുള്ളൂ. എടി, പഠിക്കണമെന്നുള്ള പിള്ളേരെ എന്റെ മൊബൈലിൽ നെറ്റ് ഉണ്ട് പാലു. അതെടുത്ത് വെച്ച് അവൾക്ക് കാര്യങ്ങൾ ചെയ്തൂടെ? അത് ചെയ്യില്ല. അതിന് ബാലൻസ് വേണ്ടേ? നിന്നോട് ചോദിച്ചില്ല കേട്ടാ. ശരിയാ. ശിവ, കമ്പ്യൂട്ടർ നെറ്റും ആണ് വിഷയം. ഗെയിം ലച്ചുവിനെ സപ്പോർട്ട് ചെയ്യും വേണം. പക്ഷെ അമ്മയെ പിണക്കും ചെയ്യും. ഓക്കെ, നിന്റെ കൂടെയുള്ള കുട്ടികൾ പാരന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടുന്നുണ്ടാവും. പക്ഷെ ഈ കുടുംബത്തിൽ അത് പറ്റൂല. അടി കിട്ടും. വീട്ടിൽ നിന്ന് ഇറക്കിടും ഞാൻ നിന്നെ. എടി നിർത്ത്. ഇപ്പൊ എല്ലാ വീട്ടിലും നെറ്റ് കണക്ഷനും കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് മേടിച്ചു കൊടുക്ക്. 30,000 രൂപ വരുള്ളൂ. അവരുടെ ഒരു കാര്യം പറഞ്ഞാൽ അതെടുത്ത് നേരെ എന്റെ തല വെച്ച് തരും. വേണ്ട, എന്റെ തലയിൽ വെച്ചോ. കളിക്കില്ലേട്ടാ നീ ഒരു മാറി ലച്ചു. നീ പോടി. എന്നിട്ട് പോവാത്തെ പോവാൻ പറഞ്ഞ പോയിക്കൂടെ? നീലു, നിനക്ക് ഈയിടെ കുറച്ച് ദേഷ്യം കൂടുതലാണ്. എങ്ങനെ കൂടാണ്ടിരിക്കും? ഒരു സൈഡില് ഭർത്താവ്, മറ്റേ സൈഡില് മക്കള്. ഞാൻ മാത്രം ഭാരം വഹിക്കുന്ന കാള. അമ്മ കഴുതയും ഭാരം വലിക്കില്ലേ? ഇറങ്ങി പോടിയാടുന്നത്. അയ്യോ, നിർത്ത്. നീ ഭയങ്കര ഭാരം വലിപ്പ തന്നെ. ഇപ്പൊ അവളൊരു കാര്യം പറഞ്ഞു, അത് നടക്കൂല. അതങ്ങ് വിട്. പിന്നെ അതിൽ കയറി പിടിക്കുന്നതിനാണ്. നിന്റെ മനസ്സില് നിന്റെ ഉള്ളിൽ നിറച്ചും ദേഷ്യമാണ്. അതാണ് ഈ ചെറിയ കാര്യം വരുമ്പോ അതെടുത്ത് പുറത്തിടണം. മുകളിൽ ആകാശം, താഴെ ഭൂമി, മുന്നിൽ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന മക്കള്, എല്ലാം കുട്ടിക്കളയെ കാണുന്ന ഒരു ഭർത്താവ്. ഇങ്ങനെയുള്ള എനിക്ക് ദേഷ്യമൊന്നും വരാൻ പാടില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടേയിരിക്കണം. ഉള്ള സ്ഥലം മൊട്ട അപ്പൂപ്പന്റെ വാക്കും കേട്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലേ? എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ. ഒരിക്കലും വിൽക്കോ വേണ്ട. ഇങ്ങനെ തന്നെ കഴിഞ്ഞു പോവാ. ഇവക്ക് ഞാൻ കൊടുക്കുമ്പോ പറയുള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ കാരണം എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയാമോ? ഭാര്യയുടെ മക്കളോട് സ്നേഹം വേണം. നിങ്ങൾ മര്യാദക്കാലത്തേക്ക് കുട്ടികൾ ഇങ്ങനെ ആവത്തില്ലായിരുന്നു. എല്ലാവർക്കും അച്ഛനെ മാത്രമല്ലേ ഉള്ളൂ കുറ്റം പറയാൻ. അച്ഛനൊരു പാവമായത് കൊണ്ട് എല്ലാവരും സഹിച്ചു പോന്നു. നീ പോണില്ലേ? പൊടി. നോട്ടം കണ്ടോട്ടാ. എന്റെ കയ്യിൽ പൈസ തന്നേക്കണമല്ലോ അവളുടെ നോട്ടം. വൈകുന്നേരം ഞാൻ കടയിൽ സാധനങ്ങൾ മേടിച്ച് വെച്ചേക്കും. അച്ഛനാ മോനെ ആരെങ്കിലും വന്നേക്കണോട്ടാ അങ്ങോട്ട്. ബാലു, പോയാ? കേശു, അച്ഛനെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് കാണില്ലല്ലോ. നിന്നിപ്പി കാണൂല. പൊയ്ക്കോളൂ അങ്ങ്. അമ്മാനാണ് ഓരോന്ന് പറഞ്ഞ അച്ഛനെ ഓടിക്കുന്നത്. എന്നിട്ട് അമ്മാനെ തെരഞ്ഞോണ്ട് കൊടുക്കും. അച്ഛനെ കണ്ടോടാ. എടാ, ഓരോന്ന് പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കല്ല. അമ്മ രാവിലെ തന്നെ നല്ല കലിപ്പരായിരുന്നില്ലേ? ശിവ, ഒന്നേ ഉള്ളൂങ്കിലും ഒലക്കെ കടിച്ചു വളർത്തണമെന്ന് എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളേ. 4-5 ഒലക്കെ ഞാൻ ഉടനെ ഇവിടെ വാങ്ങണ്ടട്ടാ. ഞാൻ വീട്ടില് ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ഇപ്പോഴും ജനിക്കാത്ത ലോകത്താ. അതുകൊണ്ടേ എന്നെ വെറുതെ വിട്ടേര്. അത് ശരിയാ. അവന്റെ മുടി മാത്രമേ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. ശരീരം വരാൻ കുറേ സമയം എടുക്കും. നീ വൈകുന്നേരം വണ്ടി എടുത്ത് ജംഗ്ഷനിലേക്ക് വരണേ. അതെന്താ? കാരണം അവന് ഡാൻസ് പ്രാക്ടീസ് ഉള്ളതല്ലേ. ഡാൻസ് അതൊന്നും എനിക്കറിയണ്ട. വന്നേക്കണോ അങ്ങോട്ട്?
ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെന്ന്. അല്ല പറഞ്ഞില്ല, എല്ലാം എപ്പോഴും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിന്റെ ഡാൻസ് പ്രാക്ടീസ് കൊണ്ട് അങ്ങ് പോയിക്കോളും. പ്രത്യേകിച്ച് വണ്ടി കൈ കിട്ടിയപ്പോ. ആ ഇത് രണ്ടെണ്ണം കൂടി മൂപ്പിക്കാൻ നോക്കുവാണേ, അമ്മയും ശ്രദ്ധിക്കണ്ട. എടാ ഓടിക്കോടാ. ഇപ്പൊ എന്താ വട്ട പിടിച്ചാ? ശരിക്കണേ കൊള്ളാം, വൈകിട്ട് അങ്ങോട്ട് വന്നേക്കണം. ആ വന്നോളാം. ആ വാസി, നീ എവിടെയാടാ? റോഡിലാ? നീ ഇങ്ങോട്ട് പറഞ്ഞാ? ആ ഞാൻ പുറത്തുണ്ട്, വാ വാ, ഒരു കാര്യം പറയാം. ആ ശരി. ഞാൻ പോണ്, ഞാൻ ഓഫീസിൽ പോണെന്ന്. പോണോ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാ പോണത്? അവിടെ ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് പോയി കഴിക്ക്. എനിക്ക് വേണ്ട. പിന്നെ ആർക്ക് കൊടുക്കും അത്? എടുത്ത് പട്ടിക്കിട്ട് കൊടുക്കും. ബാലു, ഞാൻ രാവിലെ ചൂടായത് എനിക്ക് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഒരു ഭാര്യയാണ്, അമ്മയാണ്. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അത് മറന്ന് ജീവിക്കുന്നവരെ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അയ്യോ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അച്ഛനും അല്ല ഭർത്താവും അല്ല. കൂടെ എനിക്ക് കുറച്ച് വട്ടമുണ്ട്. നീ പോ, ഓഫീസിൽ പോ, ലേറ്റാ ഉണ്ടോ? പോ. എന്തെങ്കിലും പറഞ്ഞ മനസ്സിലാകത്തോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അടേ എന്താ വിളിച്ചേ? വിളിച്ചൊന്നുമില്ല, നിന്നെ ഈടായിട്ട് കാണാറില്ലല്ലേ? ഞാൻ ഇതുവഴി തന്നെ എന്നും പോണത്. നീ 24 മണിക്കൂർ അതിനകത്ത് കയറി കഥ അടച്ചിരുന്നാലേ വഴി കൂടെ പോണവർ എങ്ങനെയടേ കാണുന്നത്? നീ എന്ത് വിളിച്ചേ? ഒന്നുമില്ലടേ, ചില സമയം വീടും വേണ്ട നാടും വേണ്ട തോന്നിപ്പോവും. എന്ത് രാവിലെ ഉടക്കുമല്ലേ നടന്ന? ചുമ്മാ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ ദേഷ്യം വരില്ലടേ വാസി. നമ്മളോട് ഓരോരോ കാര്യങ്ങൾ എൻ്റെ പരുവത്തിൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഇടയിൽ കൂടെ കാര്യം പ്രസംഗിക്കാൻ വരും. ചിലവ് കൂടുതൽ കുട്ടികളെ ഉത്തരവാദിത്തമില്ല, പിന്നെ കുട്ടികളെ കാര്യം നോക്കണില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ടെൻഷൻ അടിക്കുന്നു. ഇതൊക്കെ അവർ പറഞ്ഞിട്ടാണോ നമുക്കറിയാം? ഡേയ്, നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. അതാണ് നമ്മളപ്പോൾ ഉള്ളവരെ കുഴപ്പം. ചേട്ടാ ഇങ്ങനെ പോയാൽ ശരിയാവില്ലേ? എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഉണ്ടോടേ? ഞാൻ ഒരു കാര്യം ചോദിട്ടാളിയാ, നീ എന്തിൻ്റെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണേ? നിനക്ക് നെയ്യാറ്റിങ്കര സ്ഥലമുണ്ട്, നിന്റെ പെമ്പർനാര സ്ഥലം അവിടെ കിടക്കുന്നു. ആ പേരും പറഞ്ഞിട്ട് മാസം ഈ വീട്ടിൽ അടി കിടക്കുകയാണ്. ഇതുവരെ അതിൽ ഏതെങ്കിലും ഒരു തുണ്ട് ഭൂമി വിൽക്കാൻ പറ്റിയടാ? ഞാൻ പറഞ്ഞ ഉടനെ അങ്ങ് കൈയടിക്കണം. അതിനുശേഷം ഒരു ബിസിനസ് തുടങ്ങണം. എന്തൊരു ബിസിനസ് എന്നറിയാമോ? ഈ ജംഗ്ഷനിലൊരു ഇലക്ട്രിക്കൽ കട. അതാകുമ്പോൾ നീ ശോഭിക്കും. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് അതിന് താല്പര്യമുണ്ട്, അതിനോട് പിടിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു കട തുടങ്ങുക. എടാ അതിന് വലിയ ചിലവാകൂലേ? കട നോക്കണം, അഡ്വാൻസ് കൊടുക്കണം, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഭയങ്കര ചിലവല്ലടാ അതിന്. ചിലവില്ലാതൊന്നും നടക്കൂലല്ലേ? ഏറ്റവും കുറഞ്ഞ ഒരു 25 ലക്ഷം രൂപയെങ്കിലും വേണം ഒരു മീഡിയം ടൈപ്പ് കട തുടങ്ങണം. നീ വാ തുറന്ന് നിൽക്കാതെ വാ തുറന്ന് അവരുടെ ഈ അഭിപ്രായം പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ കട സെറ്റപ്പ് ചെയ്യാൻ നോക്കടാ. വെറുതെ ടെൻഷൻ അടിച്ചുള്ള സ്ഥലം ഇട്ട് ഇത് ആര് കൊണ്ടുപോകാൻ പോകണ്ട? ഇതൊക്കെ ഞാൻ പോട്ടെ, എന്നാ വീട്ടിൽ ജോലി കിടക്കണം. കടയുടെ ഉദ്ഘാടനത്തിന് വിളിക്കണേ. വിളിക്കാമേ? വാ വാ. നീ ഇവിടെ നിന്ന് കഴിക്കുമായിരുന്നാ? ഞാൻ രാവിലത്തെ എൻ്റെ വട്ടും പാവൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് ഒന്നും കഴിക്കത്തില്ലെന്ന്. എടാ ഞാൻ മാത്രം എന്തിനാണ് കമ്പ്യൂട്ടറിന് വേണ്ടി പട്ടിണി കിടക്കണേ? ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമല്ല, എല്ലാവരുടെയും കൂടെ ആവശ്യമല്ലേ? ഞാൻ അമ്മയുടെ അടുത്ത് അത്രയും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്റെ കൂടെ നിന്നില്ലല്ലോ. ഞങ്ങൾ പോയില്ലല്ലോ, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചുമ്മാ പറയല്ലേ. ലച്ചു, നീ പിടിച്ച മുയലിന് 3 കൊമ്പാ. മുയലിന് 3 കൊമ്പോ? എന്തൊക്കെ പറയണേ? എടി, അത് അച്ഛൻ പറയുന്നൊരു പഴഞ്ചൊല്ല. 3 കൊമ്പ്, അതായത് വാശി വേണമെന്ന്. കമ്പ്യൂട്ടർ കിട്ടിയിട്ട് ഇനി നീ പിന്മാറാവൂ. വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ ഞങ്ങൾ കിടന്നോലെ നിരാഹാരം കിടക്കാനെങ്കിലും നീ റെഡി ആവണം. ഓ പിന്നെ എടാ ചക്ക, ഞാൻ ആകപ്പാട് കുറച്ചേ കഴിക്കുന്നതുള്ളൂ. ആ കഴിക്കുന്നത് മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനേ ഔട്ടാവും. അച്ഛാ, അച്ഛനെന്താ മിണ്ടാതെ തോന്നേ? അച്ഛനെന്താ മിണ്ടാതെ തോന്നേ? ഒന്നുമില്ലടേ. അച്ഛൻ പയ്യന് മൂഡ് ഓഫ് ആണല്ലോടെ. എന്താ ഒരു കാര്യമായിട്ട് ചിന്തയുണ്ടേ? ഇനിയിപ്പോ എനിക്ക് കമ്പ്യൂട്ടർ മേടിച്ചു തരാനായിരിക്കോ? വൈകുന്നേരം അമ്മ കൊണ്ടുവരും കമ്പ്യൂട്ടർ. നീ തന്നെ അത് വാങ്ങിക്കണം കേട്ടോ. പോയേ 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 പോ 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 പോടാ. ബാ പോവാ. പൊടി എന്ത് കഷ്ടം. ബാ. കേശു, ശിവ, അമ്മ എന്താ അമ്മേ? ഇതിൽ ലഡു ഉണ്ട്, എടുത്ത് കഴിച്ചു. ഒരെണ്ണം ലച്ചു ചേച്ചിക്ക് കൊടുത്തിട്ട് ഇതാ പറഞ്ഞു. ആവശ്യമില്ല. കൊടുക്കാനൊന്നും പോകണ്ട, അവൾക്ക് വേണമെങ്കിൽ കൊണ്ട് വരും. ലച്ചു, ലച്ചു, ഡേ ലച്ചു, ലച്ചു ചേച്ചി, നീ ഉണക്കക്കുളി. വിളി കേട്ടൂടെ നിനക്ക്? ഞാൻ വന്നത് നീ അറിഞ്ഞാ?
എന്താ വരാഞ്ഞ? എന്താ വരാഞ്ഞെന്ന്? റോഡി, ഞാൻ ഓഫീസിൽ നിന്നാ വരണേ, കാറിലല്ല ബസ്സിന്. അപ്പൊ എനിക്ക് നല്ല ക്ഷീണം കാണുമല്ലോ. എന്തു നീ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്നിട്ട് നാക്കൊന്ന് ഉള്ളിലേക്ക് പോയോ? ഒന്ന് വാ തുറന്ന് പറഞ്ഞു കൊടുക്ക്. പറ. യു കണ്ടിന്യൂ അമ്മ. വീട്ടിലുള്ള മുതിർന്ന കുട്ടിയായ നീ അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പറയേ. റെഡി? അമ്മ വന്നൊന്ന് ചോദിക്കണം, വെള്ളം എടുത്ത് കൊടുക്കണം, പച്ചെങ്കിൽ ചായ ഇട്ട് കൊടുക്കണം. ഇത്രയൊക്കെ ചോദിച്ചാ പോരെ? ഇത്രയൊക്കെ ചോദിച്ചാൽ മാത്രം പോരാ, ഇട്ട് തരണം. പോയിട്ട് ചായ ഇട്ടുണ്ടോ? ഓടി എന്തോന്ന് നോക്കിക്കൊണ്ടിരിക്കണേ? പോ പോ. അമ്മ ചെല്ലമ്മ ഞങ്ങള് ചായ കൊണ്ടുവരണം. തൂന്നേ നോക്കി പേടിച്ചോണ്ടിരിക്കണേ. നിക്ക്, ഇങ്ങോട്ടേ പോണേ. അങ്ങോട്ട് ഓടി. ആ പിന്നെ ഒരു കാര്യം, നല്ല അസൽ ചായ ആയിരിക്കണം. ഞങ്ങൾക്ക് 2 എണ്ണം വേണം. എന്തോന്നേ നോക്കി പേടിപ്പിക്കുന്നേ? എന്തടി നിനക്ക് ഞങ്ങൾ അടിക്കണമെന്ന് തോന്നുന്നുണ്ടാ? അടി അടി, ഞങ്ങൾ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കാം. അമ്മേ ഉണ്ടായി കളിപ്പോകും. പിന്നെ ഒരു കാര്യം അറിയാലോ, ഇനി ഒരാഴ്ച മോൾക്ക് ശനിയാണ്. ദൈവമേന്ന് പറഞ്ഞുകൊണ്ട് വാതിലും മൂട്ടി അതിനുള്ളിൽ കയറിയിരുന്നോളാം. മോളെ ശിവ, കേശു, എന്തെങ്കിലും ഞാൻ അമ്മേനെ കൊണ്ട് കമ്പ്യൂട്ടർ മേടിപ്പിക്കും. അന്ന് നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി എന്നെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കും. അന്ന് ഒരു ദയ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല. നോക്കോ, ദിവസം ഉണ്ടല്ല, ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഒരിക്കലും. ആ നേരെ പോയിക്കോ. നല്ല അസൽ ചായ വേണോട്ടാ. കുടിപ്പിക്കാടി ഞാൻ നിന്നെ ചായ. നീ വന്നിട്ട് കുറെ നേരമായ? ആണെങ്കിൽ ഞാൻ രാവിലെ ഭയങ്കര ഡെസ്പായിരുന്നു, അതാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്. നീ ഉച്ചയ്ക്ക് കൊണ്ടുപോയ ചോറൊക്കെ മുഴുവൻ കഴിച്ചോ? കഴിച്ച്. ബസ്സിലെ ഹോട്ടലിൽ വന്നേ? ബസ്സിൽ. ഇതുപോലെ ലേറ്റായി വരുന്ന ദിവസം ഉണ്ടെങ്കിലേ മുടിയൻ്റെ ആ വണ്ടി എടുത്തോണ്ട് പോകും. പക്ഷെ സൂക്ഷിച്ചൊക്കെ ഓടിക്കണം കേട്ടോ. ശ്രീകുണ്ടെ വിളിച്ചില്ലേ നീ? ഇല്ല. അവൻ ഇന്ന് വരുമോ? അറിയില്ല. അവനെ പറ്റി ഞാൻ ഇപ്പോൾ ആലോചിച്ചേ ഉള്ളൂ. നമ്മളെ ഇല്ലേ അവൻ്റെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആവണം കേട്ടാ. പ്രായം ചുമ്മാ അങ്ങ് കയറിപ്പോവും, അവസാനം പെണ്ണിട്ടാനൊക്കെ വലിയ പാടായിരിക്കും. അതെ, പിള്ളേരെല്ലാം കൊണ്ട് നിന്റെ വീട്ടിൽ പോകണം. നിന്റെ അച്ഛൻ പറഞ്ഞല്ലേ, ആ വാക്കിന് വില കൊടുത്തില്ലെന്ന് വേണ്ട, മോശമല്ലേ? പിള്ളേരെ കാണാൻ അവർക്ക് മോഹം കാണൂലേ? എന്ത് നീ ഇങ്ങനെ ഒന്നും ഉണ്ടാതിരിക്കുന്നത്? പിണക്കോ നീലേ? എന്ത് നീ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. അത് വിട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതാണ്. അതെനിക്ക് മനസ്സിലായി. വഴക്കിടുമ്പോൾ എടുത്ത് പന്ത് കിട്ടും. എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അണഞ്ഞിങ്ങടുത്ത് വരും. ശരിക്കും നിങ്ങളെന്താ പൊട്ട കളിക്കണേണോ? നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സാധിക്കണമല്ലോ. എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. കുറച്ചാൾ കഴിയുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കും എന്നെ. ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ഉപേക്ഷിപ്പിക്കും. നിങ്ങളെ കാര്യമല്ലേ, എപ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ചായയോ? ആ എന്തടി ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ വലിയ ആളാവണേ? മോളെ പുറത്തോട്ട് പോ. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? അത് മതി. എന്റെ സ്വഭാവം മാറിയുണ്ടല്ല, ഞാൻ പറയണൊക്കെ നീ ഇവിടെ നിന്ന് മോങ്കിക്കൊണ്ടിരുന്ന് കേൾക്കും. ബാലു, ഞാൻ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ. വെറുതെ എന്റെ പുറകെ ശല്യപ്പെടുത്തല്ലേ? അയ്യ, പുറകെ ശല്യപ്പെടുന്ന ഞാൻ പോവാലനാ. ബാലു പ്ലീസ് പോ. എനിക്ക് 1 മാസത്തിനകം 25 ലക്ഷം രൂപ വേണം. ഇങ്ങനെ 25 ലക്ഷം രൂപ എനിക്ക് വേണം. 25 ലക്ഷം അത്രേ ഉള്ളൂ? അത് തരാം ഞാൻ. നിങ്ങൾ പറഞ്ഞിട്ടപ്പോ ഞാൻ വിചാരിച്ചു 2 രൂപ 50 പൈസ ആണെന്ന്. 2 രൂപ 50 പൈസ തരാനൊന്നും പറ്റില്ല. 25 ലക്ഷം തരാം, കുഴപ്പമൊന്നുമില്ല. നിന്റെ തന്ത കുട്ടമ്പിളരെ ചൊറിഞ്ഞ കോമഡി അടിക്കല്ലേ. അങ്ങനെ ഇതുപോലെയാണ് ആൾക്കാരെ കാണുമ്പോൾ ഒരു പരിഹാസം കേട്ടാ. അതിൻ്റെ അടുത്ത് വേണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി 25 ലക്ഷം രൂപ വേണം. അങ്ങ് ജംഗ്ഷനിൽ ഇലക്ട്രിക് ഷോപ്പാണ്, എനിക്ക് വേണം, കിട്ടിയേ പറ്റൂ. സാധാരണ ഭാര്യമാര് ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ഭർത്താക്കന്മാരോട് ചോദിക്കും. ഇത് നേരെ തിരിച്ച്. അതങ്ങനെ എന്നെ ചുരുക്കി വെച്ചേക്കല്ലേ, പിടിച്ചു വെച്ചേക്കല്ലേ, അനങ്ങാൻ സമ്മതിക്കൂ. സ്വത്ത് എഴുതാനും പറഞ്ഞാൽ കേൾക്കൂല. അവസാനം എന്റെ കുടുംബത്തിൽ വലിഞ്ഞു കയറി വന്ന് രാഘവമാവന്റെ സ്വത്തിൽ അങ്ങ് കയറി പങ്കുപറ്റി.
ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നിയന്ത്രണം വിട്ട് നിൽക്കണം ഞാൻ. നിയന്ത്രണം വിടാനെന്ത് വിട്ടതല്ലേ അല്ലെങ്കിലും. എന്താടി എനിക്ക് പ്രാന്താ? എന്താടി? അച്ഛാ കൈവിട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കയ്യാങ്കളി വേണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞാണ്. ഇനി എന്റെ സ്വഭാവം മാറുന്ന കാണണ. നിന്റെ സ്വഭാവം മാറോ? മാറടാ. ഞാൻ അവസാനമായിട്ട് പറയണം, ഒന്നീ വസ്തു വിറ്റ് എനിക്ക് പൈസ തരണം, അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ പ്രമാണം കൊണ്ട് ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് അതിന്റെ പൈസ തരണം. എനിക്ക് ഒരു മാസത്തിനകം 25 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. എനിക്കും എന്റെ പിള്ളേർക്കും ജീവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കും. ഞാൻ പോയി നെയ്യാറ്റിക്കര നിൽക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കും. ന്യായമായ രീതിയിൽ പറഞ്ഞ ഒരാഴ്ച അച്ഛന്റെ വീട്ടിലും ഒരാഴ്ച അമ്മയുടെ വീട്ടിലും. ഇടക്കേറി പറയുന്നത് പറഞ്ഞിട്ടുണ്ടോടാ? മതി. ഇനി പിള്ളേരെ തല ഞാൻ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോകട്ടാ. നീ പാടി. നീ ആരെ പേടിപ്പിണ? കുട്ടൻ പിള്ളേരെ മോളെ പോ നീ. ഞാൻ പോയാൽ നിങ്ങൾ വഴിയാധാരമാകും. വഴി കൂടി ഇങ്ങനെ തെണ്ടി നടക്കും. അതുകൊണ്ട് കൂടുതൽ വെല്ലുവിളിക്കണ്ടേ, തമ്പി തുമ്പിയാവും. എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് ആരാണ് വിളിക്കാനുള്ളവരൊക്കെ നീ വിളി. എനിക്ക് ഒരു മാസം 25 ലക്ഷം രൂപ തരണം. ഇല്ലെങ്കിൽ കളി വേറെ പറഞ്ഞിക്കാം. ആ എനിക്കൊന്നും അറിയില്ല. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കണക്ക് ചെയ്യേ ശ്രീകുട്ട. വിറ്റോ പണയം വെച്ചോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക് പൈസ. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. എന്നാ നിങ്ങൾ അളിയനാ, സംസാരിക്ക്. ഓ 25 ലക്ഷം. എന്താ പുല്ല കളിയാക്കണ? നീ എന്താ ചിരിക്കണത്? നീ ആരാടാ കളിയാക്കണേ? നിന്റെ അച്ഛൻ കുട്ടമ്പളെ പോത്തൊക്കെ ചിരടാ. പോടാ. ഡേയ്, എന്റെ അച്ഛൻ വിളിച്ചോണ്ടല്ല, നിന്റെ അവിടെ വന്ന് നിന്റെ അച്ഛന്റെ മുമ്പിലിട്ട് നിന്നെ ഇടിച്ച് തറയിലെടുത്ത് ഇടിച്ചടാ ഞാൻ. പിന്നെ എടാ കുടുംബക്കാരായ അന്തസ്സവനോടാ കുടുംബക്കാരായ. പോടാ. പിന്നെ നീ കുറെ ഉണ്ടാക്കും. നീ വാ. നിന്റെ കൊലയും നിന്റെ വെള്ളരിക്കയും നിന്റെ മത്തങ്ങയും നീ പോടാ. എന്ത് നീ എന്ത് ചെയ്യും? കാല് വെട്ടുവോ? ആരെ? എന്റെ നില്ല്. നീ അവിടെ നില്ല്. ഞാൻ ഇപ്പൊ വരും. അവിടെ നില്ല്. എത്തി നില്ലടാ. തോന്നണ്ട നില്ലടാ. ഇപ്പൊ വരടാ. നില്ല്. താക്കോലിടറാ. വണ്ടിയുടെ താക്കോലിടറാ. താക്കോലിട്. മാറ്. നില്ലടാ നീ. നിങ്ങൾ ചാടിക്കറ എങ്ങോട്ടാ? നിന്റെ അച്ഛന്റെ അനിയനെ കാണാം ഉടവെല്ലാം വീട്ടില്. നിന്റെ അനിയനെ എന്റെ കൈയും കാലും വെട്ടിക്കളയുന്നു. എനിക്കൊന്ന് കാണണമല്ലോ. പ്രശ്നം ഉണ്ടാക്കല്ലേ ബാലു. കൈ നൂറാ. എടി എന്നെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്ന അവനെ ആഴിച്ചോടിച്ച് ഞാൻ ഇതിൽ കെട്ടി വലിച്ചോണ്ട് വരും. അച്ഛന്റെ ബാക്ക് ടയർ തേഞ്ഞെടുക്കുക. അച്ഛാ എന്റെ ദൈവമേ, ഒന്ന് പെട്ടെന്ന് എന്നെ മോളോട്ട് എടുത്താൽ മതിയായിരുന്നു. എന്താ അമ്മ പറയുന്നേ? വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ട അമ്മയുടെ ചുമതലയല്ലേ? എന്റെ അടുത്ത് മെക്കിട്ടറ വന്ന പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ? മിണ്ടാണ്ടിരിക്കണ്ട. രണ്ടും കൂടി കുസ്തി കൂട്. ടയറ് മുട്ടാടാ. നിനക്ക് ബ്രാക്കെങ്കിലും ശരിയാക്കി വെച്ചൂടാ. ഞാൻ പോകുമ്പോ വിളിച്ചു പറഞ്ഞല്ലേ, കേക്കണ്ടേ? വണ്ടി എവിടെ നിന്നിട്ട് ഓടെ കിടപ്പുണ്ട്. എടുത്തണ്ടോ പോ. അയ്യോ ഇടി, നോക്കി നിൽക്കാതെ എന്നെ എവിടെയും കൊണ്ട് ഇരുത്തടി. നടക്ക്. അതൊക്കെ പോകേണ്ടതിന് പകരം കേക്കത്തില്ലല്ലോ. ഞാൻ പോയപ്പം പറയുന്ന പ്രാവിയോള് ഇതെന്റെ 2ാം ജന്മമാണ്. എന്നെ ശപിച്ച് കൊല്ലാടി. അമ്മാ. ഓ